ഹായ് ഫ്രണ്ട്സ്, ക്രിയേഷൻ ഓഫ് ത്രെഡ്സിൻ്റെ പുതിയൊരു ടിപ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ നെക്ക് കഴുത്ത് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പം ഞാൻ കഴുത്തിൻ്റെ അകലം എടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചാണ്. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതൊരു ക്യാൻവാസ് പേപ്പറിൻ്റെ കഷ്ണമാണെന്ന് വിചാരിക്കുക. ഈ ഒരു സ്ക്വയർ പീസ് ക്യാൻവാസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിരിക്കുകയാണെന്ന് കരുതുക. ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത്, ഈ ഫസ്റ്റ് ഈ ലൈൻ വരുന്നത് വരെ. ഇത് മുതൽ ഇവിടം വരെയാണ് വിഡ്ത്ത്, കഴുത്തിൻ്റെ അകലം. അത് ഞാനൊരു കുഞ്ഞ് സ്ക്വയർ ആക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഏത് കഴുത്ത് വേണോ, ഏത് ഷേപ്പ് വേണോ, ഏത് മോഡൽ വേണോ, ഈ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വരച്ച് കറക്റ്റ്. ഇനിയിപ്പോൾ ഇത് വീനക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, യൂനക്കാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനിയിപ്പോൾ ഫ്ലവർ ഷേപ്പ് വേണോ, 3 പോയിൻ്റ് വേണോ, എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള കഴുത്തൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെന്നുള്ളത്. പക്ഷേ കഴുത്തിൻ്റെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ്, നമ്മുടെ കഴുത്ത് കാണുന്ന ഇവിടെയൊക്കെ പ്ലെയിൻ ആയിരിക്കുമല്ലോ, ആ ഒരു ഇത് നമ്മൾ ഈ എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ കഴുത്ത് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനൊരു ചെറിയ കഷ്ണം ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര പോകുന്നൊരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ല ഗ്ലിറ്ററിങ് ഉള്ള ഭാഗം, നമ്മൾ തിളക്കുള്ള ഭാഗം ഉള്ളിലേക്കായിട്ടും കുറച്ച് റഫായിട്ടുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന ഈ റഫായ ഭാഗത്താണ് നമ്മൾ മാർക്ക്. ആദ്യം തന്നെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിനൊക്കെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അതേപോലെ തന്നെ ഇതിനും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ അത് വരച്ചു. ഇനി ഇതിലാണ് നമ്മൾ കഴുത്തിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ അകലം വന്നിട്ട് 3.25 ഇഞ്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു വയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും വിചാരിക്കും. അപ്പോൾ ഇത് ഫോൾഡ് ഭാഗമാണ്, മടക്ക് വരുന്ന ഭാഗവും ഇത് ഓപ്പൺ സൈഡാണ്. അപ്പോൾ നമ്മൾ എല്ലാ അളവുകളും ഫോൾഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്കായിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് 3.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ അകലം ആണ് 3.25, നെക്ക് വിഡ്ത്ത്. അത് കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം നോക്കാം. കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഫ്രണ്ട് നെക്കിന് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് ഇവിടെ വരും. അതും ഞാൻ മാർക്ക് ചെയ്തു. ഇത് നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ കറക്റ്റ് അത് ജോയിൻ്റ് ചെയ്തു, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ കഴുത്ത് വരയ്ക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഈ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് കഴുത്ത് വരയ്ക്കുന്നത്. ഞാൻ കുറച്ച് വൈഡായിട്ടുള്ളൊരു നെക്കാണ് എനിക്കിഷ്ടം, അപ്പോൾ അതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഇതിൽ ഒരു പൊടിക്ക് കുറച്ച് വൈഡായിട്ടുള്ളൊരു നെക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഒതുക്കി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്നേ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഈ തെറ്റത്തേക്ക്, ഇതിൻ്റെ ഈ ഫോൾഡിൻ്റെ ഈ തെറ്റത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. അത് കുറച്ചും കൂടി വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. നല്ല വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കുക. അതായത് ഈ ഒരു കോണിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇത് ഏകദേശം 1 ഇഞ്ചോളം ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും കുറച്ച് വരുന്നതിനനുസരിച്ച് കഴുത്ത് കുറച്ച് കൂടുതൽ വൈഡായി വരും. അപ്പോൾ നമുക്ക് എത്ര കൊണ്ട് കഴുത്ത് വൈഡാവണം, എത്ര കൊണ്ട് ചുരുക്കി ഇതാക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. ഇനി ഞാൻ ഇവിടെ നിന്നും 1 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം താഴത്തുനിന്നും ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം.
എന്നിട്ട് അതും ഞാൻ കർവ് വെച്ചിട്ട് വരയ്ക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തു, നമ്മൾ വെക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങും. അപ്പോൾ അതിനുള്ളൊരു സൂത്രപ്പണിയാണ്. ഇപ്പം ഞാനിത് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നതാണ് കേട്ടോ. എന്നെ പഠിപ്പിച്ച എൻ്റെ ടൈലറിങ്ങിൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്. ഇതാ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു സ്ക്വയർ പീസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ? അതായത് ഇതാണ് കറക്റ്റ് ഇറക്കം. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് പുറത്തെ ഈ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഉൾഭാഗം കട്ട് ചെയ്യാം. അത് ഇവിടെ വരെ മാത്രം, ഈ അടിയിലത്തെ വരെ മാത്രം വരെ കട്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. കണ്ടോ? ഇതാണ് നമ്മുടെ കറക്റ്റ് ഷോൾഡർ നമ്മൾ വരച്ചത്. കണ്ടില്ലേ? ഇതാണ് കഴുത്ത്. ഇനിയിപ്പോൾ ഈ ഒരു കഷ്ണം നമ്മൾ വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു പോർഷൻ ഇല്ല, ഈ ഒരു കഷ്ണം വെട്ടി കളഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്ത് നമ്മൾ തുണിയിൽ പതിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈഡാവും. ഇതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, കറക്റ്റ് ഇതിൽ തന്നെ നിൽക്കും. കണ്ടോ? അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണിത്. ഇനി ഇതുപോലെ നമുക്ക് ബാക്ക് കഴുത്തും കട്ട് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാൻ വേറൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ലൈൻ വരച്ചിടുക. ലൈൻ വരച്ചിടുക. അവിടെ നിന്നും കഴുത്തിൻ്റെ അകലം 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഞാനത് താഴേക്ക് വരയ്ക്കുകയാണ്. ഇവിടെ നിന്നും ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ്. അത് കറക്റ്റ് എടുക്കുക. അതും കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ബാക്ക് കഴുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. ഞാൻ ആം ഹോൾ കർവ് എടുത്തു. ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാൻ ബാക്ക് കഴുത്ത് വരയ്ക്കുകയാണ്. ബാക്ക് കഴുത്ത് വരച്ചു. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് രണ്ടും വീണ്ടും ഈ കർവ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് വരുന്ന വരകളൊക്കെ 1 ഇഞ്ചിൻ്റെ പരിധിയിലുള്ളിൽ നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇവിടെ ചെറുതായിട്ടൊരു ലൈൻ വെറുതെ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇനി ഉൾഭാഗം കട്ട് ചെയ്യാം. ആ കഷ്ണം കട്ട് ചെയ്തു. ഇതായിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ലൈനും കൂടി കറക്റ്റ് ഇവിടെ നിന്നാണല്ലോ നമ്മൾ അളവെടുത്ത് തുടങ്ങിയത്, ഇവിടെ നിന്നാണല്ലോ. അപ്പോൾ ഈ ഒരു ലൈനും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്ക് കഴുത്തും ഞാൻ കട്ട് ചെയ്തു, ഫ്രണ്ട് കഴുത്തും ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ 2 കഴുത്തുമായി. അപ്പം എൻ്റെ ഈ കഴുത്തിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.